ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫുൾ റിവിഷന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് പറയാൻ പോണേ. അതിൽ ഓരോ ലെസണിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും തിയറിയും പ്രോഗ്രാമും അടക്കമാണ് പറയണേ. തിയറിയാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ. പ്രോഗ്രാം എല്ലാവർക്കും ഈസി ആയിട്ട് വരില്ല, അപ്പോൾ അത് കാരണമാണ് തിയറി ഇൻക്ലൂഡ് ചെയ്തേക്കണേ. ആദ്യം ഫസ്റ്റത്തെ ലെസൺ നോക്കാം. അതിൽ സി പി യും എ എൽ യുവിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെമ്മറി യൂണിറ്റ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നെ വരുന്നത് ഡിഫറൻസസ് ആണ്. അത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറിൻ്റെ ഡിഫറൻസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഡിഫറൻസ്, കമ്പൈലറും ഇൻ്റർപ്രറ്ററും എന്തായാലും പഠിക്കാണ്ട് പോകരുത്. അതെന്തായാലും വരുന്നതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൊഡ്യൂൾ ടൂവിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു വലിയ എസ്സേ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണ്, പ്രോഗ്രാംസ് വരുന്നത് ലീനിയർ സെർച്ച്, സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്. അതിൽ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും നോക്കിയിട്ട് പോകണം. ഡെസിമൽ ടു ബൈനറി, സ്ട്രോങ് നമ്പർ ആണോ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യനും 2-3 വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മൊഡ്യൂൾ 3യിൽ മെയിനായിട്ട് പ്രോഗ്രാംസ് ഫോക്കസ് ചെയ്യണം. അതിൽ 4 സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ആണ് തിയറി വരുന്നത്. പിന്നെ പ്രോഗ്രാംസ് ആണ് കൂടുതൽ വരുന്നത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഒക്കെ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാണ്ട് പോകരുത്. പിന്നെ ബബിൾ സോർട്ടും ലീനിയർ സെർച്ചിൻ്റെയും മാക്സിമം ലോജിക്ക് പഠിച്ചു വയ്ക്കാൻ നോക്ക്. അരേൻ്റെയും ഉണ്ട്, സാധാരണ ടൈപ്പിൻ്റെയും ഉണ്ട്. രണ്ടിൻ്റെയും ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അത് മിക്കതും വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ കുറച്ച് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. അത് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. കോൺകാറ്റനേറ്റ് 2 strings യൂസിങ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനും കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇനി വരുന്നത് മൊഡ്യൂൾ 4ഉം 5ഉം ആണ്. മൊഡ്യൂൾ 4ൽ പർപ്പസ് ഓഫ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും എന്താണെന്ന് മൊത്തമായിട്ട് പഠിച്ചു വയ്ക്കുക. സിൻറ്റക്സ് അടക്കം പഠിച്ചു വയ്ക്കുക. പിന്നെ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും എന്താണ് ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ ക്രിയേറ്റ് സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അത് ഈസിയാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടാവുന്നുള്ളൂ ആ പ്രോഗ്രാംസ്. 4th മൊഡ്യൂളിൽ എസ്പെഷ്യലി പഠിച്ചു വയ്ക്കേണ്ടതാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും. അത് വളരെ ഈസിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെച്ച് സമ്മും ആവറേജും അരയുടെ കണ്ടുപിടിക്കാൻ പറയും. പിന്നെ സ്ട്രക്ചറും യൂണിയനും എന്താണ്, സ്റ്റോറേജ് ക്ലാസസ് ഇൻ സി എന്തായാലും പഠിച്ചു വെച്ചോ. നല്ലൊരു തിയറിയാണ്, എളുപ്പമായി പഠിക്കാൻ പറ്റും. പിന്നെ അതിലത്തെ ഒരു വേറെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിക്കേഷനിൽ വരുന്ന പ്രോഗ്രാം എന്തായാലും പഠിച്ചു വയ്ക്കുക. എന്താണ് റിക്കേഷൻ എന്നും പഠിച്ചു വയ്ക്കുക. ആ ക്വസ്റ്റ്യൻ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഫയൽ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, റിവേഴ്സ് യൂസിങ് പോയിൻ്റർ, പിന്നെ അറേ ഓഫ് പോയിൻ്റേഴ്സ് ആൻഡ് പോയിൻ്റർ ടു ആൻ അറേ, ഹൗ പോയിൻ്റേഴ്സ് പാസ്ഡ് ടു ഫങ്ഷൻസ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പ്രോഗ്രാംസ് ഉണ്ട്. കൗണ്ട് നമ്പർ ഓഫ് ലൈൻസ് ഇൻ എ ടെക്സ്റ്റ് ഫയലും കോപ്പി കണ്ടൻസ് ഓഫ് വൺ ഫയൽ ടു അനദർ. കോപ്പി കണ്ടൻസ് ഓഫ് വൺ ഫയൽ ടു അനദറൊക്കെ വളരെ എളുപ്പമാണ്, ജസ്റ്റ് നോക്കിയാൽ കിട്ടും. അപ്പോൾ അതൊന്നും എന്തായാലും മിസ്സാക്കാണ്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ എ ഫയൽ, അതും ഈസിയാണ്, വായിച്ചാൽ മനസ്സിലാവുന്നേ. ഫസ്റ്റ് മൊഡ്യൂളിലും 5th മൊഡ്യൂളിലും വളരെ ഈസി ടോപ്പിക്സ് ഉണ്ട്. അത് മെയിൻലി ഫസ്റ്റ് കവർ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് മൊഡ്യൂളിലൊക്കെയാണ് കൂടുതൽ പ്രോഗ്രാംസ് ഉള്ളത്. അതിൽ ബബിൾ സോർട്ടും ലീനിയർ സെർച്ചും ഒക്കെ എന്തായാലും പഠിച്ചിട്ട് പോയാൽ മതി. അതൊക്കെ 2 ലെസണിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പ്രോഗ്രാം നിങ്ങൾക്ക് ടഫാണ്, റിലേറ്റീവ്ലി ടഫാണെങ്കിൽ തിയറി ഫോക്കസ് ചെയ്യാൻ നോക്കുക. കൂടുതലും പ്രോഗ്രാംസ് പഠിച്ചപ്പോഴത്തെ സമയം കളയാണ്ട് നോക്കുക. തിയറി കൂടുതലും പഠിച്ചാൽ തന്നെ പാസ്സാവും. പിന്നെ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ലോജിക്ക് പഠിച്ചു വയ്ക്കുക. പിന്നെ സിൻറ്റക്സ്, രണ്ടാമത്തെ കാര്യം സിൻറ്റക്സ് ആണ്. അതായത് പ്രോഗ്രാം എഴുതാൻ അറിയില്ലെങ്കിൽ പോലും പ്രോഗ്രാമിൻ്റെ തുടക്കം അവസാനമൊക്കെ എഴുതാൻ മിക്കവർക്കും അറിയായിരിക്കും. അതൊക്കെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടേതായ ലോജിക്കൽ ഉണ്ടാക്കി എഴുതാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് പറഞ്ഞു, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. പിന്നെ സം ഓഫ് 2 ഡിജിറ്റ്സിൻ്റെ ഒന്നും പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അറിയാത്തവരാരും ഉണ്ടാവില്ല. പിന്നെ സ്വാപ്പ് ചെയ്യണത് 2 നമ്പറിൻ്റെ, അങ്ങനത്തെ ലോജിക്സൊക്കെ എന്തായാലും പഠിച്ച് വെച്ചിട്ട് പോവാം. സി പ്രോഗ്രാമിങ് ടഫാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അത് ടഫാണേ. അപ്പോൾ നിങ്ങളത് ടഫാന്നുള്ള രീതിയിൽ കണ്ട് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അതിൻ്റെ എന്തെങ്കിലും തുമ്പ് മനസ്സിലാക്കി എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നന്നായി ഈ പറയുന്ന ടോപ്പിക്സ് മാത്രം പഠിച്ചാലും മതി. പക്ഷേ എഴുതാനുള്ളൊരു മനസ്സ് വേണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.